നീ എന്തിനാണ് വീഡിയോ കോൾ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കണേ? അപ്പൊ കൂട്ടത്തെ ദർശനം ഭയങ്കര കമ്പനിയാ തോന്നുന്നു കേട്ടോ. എനിക്കറിയായിരുന്നു ഇത് സംഭവിക്കുന്നത്. ഇത് ഒന്നെങ്കിൽ നമുക്കിട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടേ കാരണോ. അയ്യോ അതല്ല സത്യമായിട്ട് അതല്ല. ഇനി ജോസൂട്ടി അവിടെ വന്ന് 82 വിളിച്ചതല്ലേ ജോസൂട്ടി? അതെന്താ ഫ്രണ്ട് കിടക്കുന്നേ? അണ്ണന്റെ വണ്ടി. ഇത് ജോക്കിയുടെ വണ്ടിയാണ്. ഇത് എപ്പോ കിട്ടിയത്? ഇത് അന്ന് സാബുടി കൊടുത്താണ്. ഈ വണ്ടിക്ക് പക്ഷെ ഏതോ ഒരു വണ്ടിയുടെ സാമ്യം ഇല്ലേ? നമ്മുടെ ഗോഡ്സിലയുടെ ഒരു സാമ്യമുണ്ട്. ആ അതാ നമ്മുടെ ഗോഡ്സിലയുടെ ഒരു സാമ്യമുണ്ട് ഫ്രണ്ട് വശം. ഇല്ലേ കഴിച്ച് നമ്മുടെ ഗോഡ്സിലയുടെ ഒരു സാമ്യം ഇല്ലേ ഫ്രണ്ടില്? അന്നൊരു ദിവസം സാബുടി കൊടുത്ത. എനിക്ക് തോന്നി അങ്ങനെ നമ്മുടെ ഗോഡ്സിലയുടെ ഏതോ ഒരു മാറിക്കോ പ്ലീസ്. ഇതാരടി ഇവിടെ? അപ്പൊ കാർലോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ആ ഒരു കിടപ്പ്. ആക്ച്വലി ആരാ മോനെ വാസുകുട്ടൻ എപ്പോഴായിരുന്നടാ നീ? അല്ല അങ്ങനല്ല, നമ്മുടെ ഇൻവേർട്ടഡ് ലാംഗ്വേജിലാണ്. വെളിയിലത്തെ സീരിയലിന്റെ കാര്യമോ കഥയൊക്കെ പറഞ്ഞ് ഇപ്പൊ അമ്മാവനായി വരുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാം. ഇല്ല മോനെ ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തോ നീ നിനക്ക് ഗ്യാങ് പ്രസ് അല്ലേ? ഗ്യാങ് വെച്ച് പിന്നെ വേണ്ടാന്ന് വെച്ച് അപ്പഴേ ജോക്കി പുറത്തല്ലേ ജോക്കി? പപ്പടെ പുറത്തോ? പിന്നെ അഡ്മിൻസ് കിട്ടിക്കളയല്ലേ, അവർക്കറിയില്ല ഇവിടുത്തെ ലിസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട്. ഞാനൊന്ന് ഗ്യാങ് പ്രസ് ഇട്ടെന്നും പറഞ്ഞ് എന്നെ കിക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ അങ്ങ് പോട്ടെന്ന് നോക്കൂടാ. പിന്നെ ഞാൻ കേരളത്തിലല്ലോ അതിനകത്ത്. അത് ജോക്കിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇട്ടോ ജോക്കി. വാ ഇട. കിട്ടിക്കളഞ്ഞ ഓറ പോവല്ലോടാ. അതല്ലേ ഞാനും പറഞ്ഞത്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് കിക്ക് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ആരെയിലൊക്കെ പിടിച്ച് പയ്യെ മാറ്റിയിട്ട് എന്നെ കേറ്റാൻ കേട്ടോ. ഞാനിപ്പോ കുറച്ച് അധികമായിട്ട് ഇവിടെ ഇനി അവിടെ മാറ്റാനുള്ളത് ഞാൻ മാത്രം ജോക്കി. ഞാൻ മാറില്ല. നീ എങ്ങ് മാറി, ഞാൻ കേറിയിരിക്കാൻ. ജോക്കി കുറച്ച് ദിവസം ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ നടത്താന്നുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. അത് നീ തന്നെ നടത്തിക്കോ. എനിക്ക് തലയ്ക്ക് പ്രാന്തൊന്നുമില്ല എനിക്ക്. ജോക്കി ഇതാകുമ്പോണ്ടല്ലോ ഞാൻ പറയാം, ഒരു മനസ്സമാധാനം ഉണ്ട്. അതായത് ജോക്കി വിചാരിക്കണ പോലല്ല, ഇത് ഭയങ്കര ഈസി പരിപാടിയാ. അയ്യോ വേണ്ട എനിക്ക് ആ പ്രാന്തം എല്ലാരും ഡെയിലി ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അത് നീ തന്നെ ഏറ്റെടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അശ്വടായിട്ട് ആരുടെ കക്കൂസ് കഴിയേണ്ടി വരില്ല. അതുണ്ട് കേട്ടോ. അതൊരു വലിയ പരിപാടിയാണ്. അത് നല്ലൊരു പരിപാടിയാണ് ഇവിടെ, മനസ്സിലായ? പരിപാടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പാപ്പന് എന്ത് കാശറിഞ്ഞാണ് ഞാൻ അത് ചെയ്യിപ്പിച്ചതറിയോ? എന്നെ നോക്കി കൊമ്പൻ ഇതുവഴി എവിടെയോ നടപ്പുണ്ടെന്ന് അന്ന് അറിഞ്ഞു. അന്ന് തന്നെ അപ്പാപ്പന് കാശ് കൊടുത്ത് എടീച്ച്. എന്റെ പൊന്നു കാർലോ, ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ടെർമിനേറ്റർ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കും. ജോക്കി ദുബായിലാണ്. ജോക്കി നാട്ടിലാണ്. പിന്നെ അനങ്ങണെങ്കിൽ 10 മിനിറ്റ് കഴിയും. ചോട്ടു വാസു ജോക്കി പറ. ഇങ്ങോട്ട് വന്നേ. കാർലോ ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മളെ 4 പേരെയും കൂടെ കേക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരുമിച്ചാ? ഞാനിപ്പോ കേക്ക് എടുത്തോണ്ട് വരാത്ത എന്താ അറിയോ ജോക്കി? ജോക്കിയും ഈ ജോണിയപ്പാപ്പനും കൂടെ സംസാരിച്ച് കേക്ക് ഒരുമാതിരി ഇപ്പൊ സീരിയൽ വൈബാക്കി കളഞ്ഞു കേട്ടാ. ഇല്ല കേക്ക് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. നമ്മളത് ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മുടെ സംസാരിക്കുന്നത്. പക്ഷെ പുറത്ത് കേക്ക് ടെററാണ്. അതിനെപ്പറ്റി സംസാരിക്കണം കേട്ടോ. സുഖല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര പരമസുഖം. എനിക്ക് ചേട്ടൻ എങ്ങനെ പോണ്? ഞാൻ കൊറേ ദിവസമല്ല ചേട്ടൻ ഇവിടെ ഇപ്പൊ വരാറില്ല. ആണല്ലേ? അപ്പൊ ഞാനാ വരാത്തതല്ലേ? പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ആരുടെയും തന്തയ്ക്കും വിളിച്ച് പ്രശ്നവും അതിന്റെ ഇടയ്ക്കായിരിക്കും വരുന്നത്. അതാണ് കാണാൻ പറ്റാത്തത്. ഹലോ വാസു, സീരിയസ് കാര്യം കേട്ടോ. എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പുള്ളി വരാൻ പറഞ്ഞു. ഓക്കെ സംസാരിക്കാം. ഓപ്ഷൻ കഴിഞ്ഞ ഉടനെ കാണാന്ന് പറഞ്ഞത്. അവിടെ തന്നെ മുച്ചിരിയുടെ സ്റ്റോറി എന്താ? മനസ്സിലാവാത്ത ഭാഷയിലെ റീൽ അയച്ചു തരും അവന്റെ അയലോക്കാരുടെ ഒക്കെ. അവരെന്തോ ആമ്പടി ഈമ്പടെന്നൊക്കെ പറയും. എനിക്ക് രണ്ടുപേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ? ഒരാളെ കൂടെ വിളി, എനിക്ക് കയറാം. പോയിട്ടാ
ഓക്കെ എടാ ഇത് വേറെ പൈസ വല്ലതും എടുക്കണമായിരുന്നു കയ്യിൽ ഞാൻ മറന്നുപോയി ലോയാലിറ്റി പോയിന്റ് ആ ഓക്കെ 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 തൊട്ടോടി നമ്മുടെ gang ല്. അത് ചെക്ക് ചെയ്ത് നോക്കോ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഹലോ ഹലോ ആ ഹലോ ഇതിന്റെ ഓക്കെ നമ്മളല്ലേ ഇതിന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ വാസു. ജോക്കി ഒന്നുമില്ല 10 മണി ആ 10 മണി ആ ഇവരുടെ പുറകെ പോവാ ജോക്കി ഒന്നുമില്ല. അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇപ്പൊ 8100 ലോയലിറ്റി പോയിന്റ് ഉണ്ട്. ആ അതായത് 1000 ലോയലിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ 100 ലോയലിറ്റി ജോക്കി മൊത്തം 81 പോയിന്റ് ഉണ്ട് നമ്മുടെ ഇപ്പൊ. ഈ 81 8400 81 പോയിന്റ് ആ 81 പോയിന്റ് ഉണ്ട് നമ്മുടെ കയ്യില്. ഈ 81 പോയിന്റ് വെച്ചിട്ട് നമുക്ക് ടർഫ് ബിഡ് ചെയ്യാം. മനസ്സിലായ? ബിഡ് ചെയ്തോളുമല്ലോ. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. വാടേ ഹലോ ഓ അണ്ണാ ഹലോ എന്താ എവിടാ അണ്ണാ ഇത് എങ്ങനെ ഇങ്ങനെ ആയത്? ഹലോ ജോക്കി ഹലോ ആ ഹലോ ജോക്കി ഹലോ മോനെ എന്ത് എന്തിനാണ്? ഈ എരണം വീഡിയോ കോൾ എന്തോ മോചനാണ് എന്നെ വിളിച്ചേക്കുന്നേ. നീ എന്തിനാണ് വീഡിയോ കോൾ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കണേ? എന്താടാ നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? അണ്ണേ അണ്ണാ മാമനെ ഇതാരാ അത്? മീറ്റിംഗിന് പറഞ്ഞത് എന്താ മാമന് മീറ്റിംഗിന് പറഞ്ഞതെണ്ണാന്ന് മാമനും അച്ഛമ്മയൊന്നും മീറ്റിങ്ങിന് വരുന്നില്ല. ഞങ്ങൾ മീറ്റിങ്ങിന് പോയിട്ട് വരാം. അണ്ണാ ഞാൻ പറഞ്ഞോ വേണ്ട വേണ്ട നീ വരണ്ട എടാ സത്യം പറഞ്ഞ ആ കണ്ണാപ്പി എന്ന് എങ്ങോട്ടായിരുന്നു ജോക്കി പറയുന്നത് പോകണ്ടേ? കേസ് ഇന്നലെ പോയി വാദിച്ചില്ലേ മോനെ? ആ, ഞാൻ അറിഞ്ഞു കേട്ടോ. സിറ്റിയിൽ അതൊരു സംസാരമായി. നിനക്കെന്തോ മറ്റേ ചിന്നസ്വാമി എന്തോ ഇത് തന്നെന്നോ ചിന്നസ്വാമിയാ? തന്നെന്നോ അല്ല പുള്ളിയുടെ പേരെന്തോയിരുന്നു? 3 പേർക്ക് കുഴപ്പമില്ല ബ്രോ. ഇപ്പൊ 2 പേര് പോയാൽ 2 പേരല്ലേ മെയിൻ പുള്ളിക്കാരൻ നിനക്കെന്തോ വക്കീല് പെട്ടെന്ന് തന്നെന്നോ? ഒരു മിനിറ്റ് ജോക്കി. എടാ ഇത് ലൊക്കേഷൻ എവിടെ ആയിരുന്നടാ? 9395 എന്താടാ? ഞാൻ പറഞ്ഞോ വേണ്ട നീ വരണ്ട. എന്നിട്ടേ ജോക്കി മീറ്റിങ്ങിന് വന്നിട്ടേ നാട്ടുകാരുടെ എല്ലാം കൂടെ പോയി പറയാനാണ്. മറ്റേ ഇവിടുത്തെ ഗാർഡിയനാണ്, ഇവിടുത്തെ മറ്റേ ഗാർഡിയൻ ഏഞ്ചലാണ്, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കോലീഡറിന്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നീ ഇന്നലെ കേസൊക്കെ വാദിച്ചാലും ജയിച്ചല്ലേ? അതാണ് സിറ്റിയുടെ സംസാരം ഇപ്പൊ. ജോക്കി ഞാൻ നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് റോളും ചെയ്യേണ്ടി വരില്ല ജോക്കി. പറയട്ടെ, നീ ആ ശരിക്കുള്ള ഒരു കേസ് അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഇവനെ കുക്ക് ചെയ്യാനെ. അവൻ ചെന്നങ്ങ് സമ്മതിച്ചു കൊടുത്തേ. അവനാണ് വെടിവെച്ചത്. ജോക്കി അടക്കം എല്ലാരും അവിടെ പോലീസുകാരോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടാണ് എനിക്ക് അത് വായിച്ച് ജയിക്കാൻ അല്ല, പറ്റുന്നത്. ഇവൻ ആദ്യമേ ചെയ്ത് എന്നറിയാവോ? ഇവൻ ആദ്യമേ ചെന്നങ്ങ് സമ്മതിച്ചു ഞാൻ വെടിവെച്ചത്. അത് അവൻ അവിടെ ചെയ്തില്ലായിരുന്നു. അവന് ഈസി ആയിട്ട് ഊരിക്കൊണ്ട് പോരുന്നില്ല. പുറത്തെടുക്കായിരുന്നു. ഇത് ആരോ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മളിന്നലെ വാദിക്കാനൊക്കെ ഇല്ലട സീനട. ഇനിയിപ്പോ നിന്ന് ലേറ്റ് ആവും കേസ്. നമുക്ക് 10 ഓൾറെഡി സമയം. അവന്മാരെ നമ്മുടെ സൗകര്യത്തിൽ നിൽക്കത്തില്ല. പറ ജോക്കി. മറ്റേ ദർശനയില്ലേ? ദർശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാസുവിനെ കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. പുള്ളിക്കാരിക്കോ സംസാരിക്കാൻ എന്റെ ആ പുള്ളിക്കാരി സിറ്റി വരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ കാര്യങ്ങൾ നോക്കി പോണം. എന്നെ വരാനാണോ സിറ്റിക്ക് വരെ കണ്ണ് കാണാനാണോ സിറ്റി വരുന്നത്? പുള്ളിക്കാരി അടുത്ത് ചോദിച്ചത്. പുള്ളിക്കാരി അപ്പം പുള്ളിക്കാരി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തോ ഡിപ്രഷനോ എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട്. ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ നീ ഇത് മനോരോഗ വിദഗ്ധനാണോ എന്ന് ചോദിച്ചായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ ചോദിച്ചു ഈ മനോരോഗ വിദഗ്ധനൊന്നും അല്ലല്ലോ ഉള്ളവരുടെ ഡിപ്രഷൻ തീർക്കാൻ. പിന്നെ അപ്പൊ പുള്ളിക്കാരത്തി എന്തോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഡിപ്രഷൻ വരുന്ന സമയത്ത് വാസുവിനെയാണ് വിളിക്കാറുള്ളതെന്ന്. യൂഷ്വലി ഡിപ്രഷൻ ഈ കുട്ടികൾക്ക് എത്ര വട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ട്. എന്നെ അതിന് കിട്ടത്തില്ല. കണ്ട ഇതായിട്ട് നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ജോക്കി. മോനെ അതാ പറഞ്ഞത്. പിന്നെ അവൻ മറ്റേ അപ്പുക്കുട്ടനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പുക്കുട്ടൻ പിന്നെ നമ്മുടെ ചെറുക്കനായോണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പുക്കുട്ടൻ പോട്ടെന്ന് വെച്ച്. അപ്പുക്കുട്ടനെ ദർശനയും ഭയങ്കര കമ്പനിയാ തോന്നുന്നു കേട്ടോ. ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്. ഞാൻ ചോദിച്ചു അപ്പുക്കുട്ടൻ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. അപ്പം അപ്പുക്കുട്ടൻ പറഞ്ഞ് ഫ്രണ്ടിക്ക് മോളിൽ എന്നാ ഗേൾ ഫ്രണ്ടിക്ക് താഴെ അങ്ങനെ എന്തൊരു സാധനം പറഞ്ഞു. ഇനി അവനെ പറ്റി എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ TVക്ക് പുറത്ത് എന്നാൽ KVക്ക് പുറത്ത് അങ്ങനെയായിരിക്കും. ഇത് ഇനി ഉടനെ സ്റ്റേറ്റ്മെന്റ് എന്റെ എങ്ങനെ ആവും ഇനി? കണ്ട പെണ്ണുങ്ങളിലൊക്കെ പുറകെ നടന്ന് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആർക്കും ഇറങ്ങണ്ടേ? മിസ്റ്റർ എക്സിന്റെ വണ്ടി മാത്രം ഇട്ടാൽ മതി ഇവിടെ. ഇടിച്ചങ്ങ് തെറിപ്പിച്ചാലോ അങ്ങ്.
രാമകുട്ടി ഒന്നും അല്ല, നല്ല തല്ല് പിടിക്കുക, പിടിച്ച് കെട്ടിയിട്ട് അടിക്കുമോ, തിരിച്ച് അടിക്കാൻ പോലും പറ്റൂല, ഗ്യാങ്ങത്തിട്ട് വരെ പോകും. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഉള്ളപ്പോ എന്നെ ആരും തുടർന്ന് എനിക്കൊന്ന് കാണണോ? കുറവേ നേരെ ഇറങ്ങാം. ഇതിനകത്ത് ഗണ്ണും പുല്ലും ഒക്കെ വെക്കണം ജോക്കി. ഇതൊക്കെ നീ ചെയ്യട്ടോ, എനിക്ക് ഹലോ 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 ഒന്ന് വരുമോ? ജോക്കി കൊണ്ടുപോകാനാണ് കേട്ടോ. ഓക്കെ കേക്കാവോ? കേക്കാം. കറന്റ്ലി ജോക്കി നിങ്ങളുടെ ഗാങ്ങിന്റെ പാർട്ടല്ല, സോ ജോക്കിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ. ഓൺലി ഗാങ് മെമ്പേഴ്സ്. ഓക്കെ, ഇത് പുള്ളി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? എന്താ കേട്ടില്ല? ഞാൻ പറഞ്ഞ പുള്ളിക്ക് വിഷമം വരും, ഒന്ന് വിളിക്കുമോ? ഓക്കെ ഓക്കെ. എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുന്നത്. ജോക്കി ഒന്ന് വരുമോ? ജോക്കി കറന്റ്ലി എനിക്ക് കേറാൻ പറ്റത്തില്ലെന്നോ? അതെ 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 അതെ, ജോക്കിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഇത് കേക്കാണ് ഇൻവൈറ്റ് ചെയ്തത് എന്നെ. ആണോ? കേക്ക് ആണോ? ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, കേക്കായിട്ട് സംസാരിച്ചു, കേക്കായിട്ട് സംസാരിച്ചു. അല്ല പിന്നെ ഓറ പോകുന്ന കേസാണെങ്കിൽ ഞാൻ വരൂ. ഇതല്ല വാ. കേക്ക നമ്മുടെ മച്ചമ്പി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ്, ഞാൻ കേക്കെ ഒന്ന് വിളിക്കട്ടെ. അവൻ എന്നെ വിളിച്ചിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ കോട്ട് ഫുഡൊക്കെ ഇട്ട് ഞാൻ വരും. സോണി കത്തിയതാ. ജോക്കി ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തേരാട്ടോ. പരിപാടി കടയിൽ നമ്മൾ ഇറക്കി വിട്ടാ മുട്ടൻ കുറവും. സത്യം കേട്ടോ, ഞാൻ കേക്കയുടെ ഇൻവിറ്റേഷൻ പ്രകാരമല്ലേ ഞാൻ വന്നേക്കുന്നേ. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഓപ്ഷന്. അപ്പൊ ദൈവം പറഞ്ഞ് എനിക്ക് കേറാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കേക്ക് 25-26 ഗാങ് ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടോ കേക്ക്? ഹലോ ഹലോ ഓക്കെ കേക്ക്, അപ്പൊ ഐ വിൽ കം. ഓക്കെ, അത് നമസ്കാരം ജോസുട്ടി. ഞാനും പിന്നെ വെറുതെ വേണ്ടി പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് നിങ്ങളെന്തോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവല്ലായിരുന്നു. ഓ, ഏത് ടർഫ് വിളിക്കാനാണ് പ്ലാൻ? പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇത് ഒന്നെങ്കിൽ നമുക്കിട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടേ കാരണോ? ഞങ്ങൾക്ക് പിന്നെ ഏതായാലും ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഏത് കിട്ടിയാലും ഒരേപോലെ ഇപ്പൊ ഇല്ല. അപ്പൊ ഈ ടർഫ് ഒന്നും ഇതായിട്ടില്ല, നിങ്ങളെ തന്നെ അല്ലേ ടർഫ് ഇരിക്കുന്നേ? ഞങ്ങളുടെ ഉള്ളത്. ഞങ്ങള് ജസ്റ്റ് ഞങ്ങൾ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. ഞങ്ങള് ഇതേപോലെ വൃത്തത് കാണാൻ വന്നതാ. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂലേ? ഒരു ടീമിൽ രണ്ടെണ്ണം ഓൾറെഡി കയ്യിലുണ്ടല്ലേ? പക്ഷെ അത് കയ്യിലുണ്ടായിട്ട് ഒന്നും കിട്ടിയില്ല. 5ന്റെ ഒരു ഉപകാരം ഉണ്ടായില്ല അല്ലേ? കഷ്ടപ്പെട്ട് അടിച്ചെടുത്തു നല്ലത് വേറെ ഒരു ഉപകാരം. റിവാർഡും പോയിന്റും കൊടുത്തിട്ട് സാധനം എടുത്തിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ഗ്രൈൻഡിങ് കൊണ്ടുവരണം, എന്നാലേ കാര്യമുള്ളൂ. മറ്റേ മണി ടർഫൊക്കെ മറ്റേ നേരത്തെ ആ ബ്ലാക്ക് വൈറ്റ് ആക്കുന്നതും പിന്നെ മറ്റേ കൊക്കൈൻ ഗ്രൈൻഡിങ് ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവർക്കും ചെയ്യുകയും ചെയ്യാം. നല്ല ഒരു ഗ്യാങ്ങിന് നല്ലൊരു ഇതുമായിരുന്നു, ആക്ടിവിറ്റി ആയിരുന്നു. അന്ന് പറഞ്ഞ എല്ലാം കണക്റ്റഡ് ആയിരുന്നു. എല്ലാ ടർഫും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആയിരുന്നു. മറ്റേ സാധനം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. നമുക്ക് ഈ ലോയൽറ്റി പോയിന്റ് കാർഡില്ലേ, ആ കാർഡ് ആരുടെ കടം മേടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അത് അറിഞ്ഞൂടാ, അവരോട് ചോദിച്ചു. അത് മറ്റേക്ക് കാരണം മേടിച്ചിട്ട് പോയായിരുന്നു. എന്തായാലും വിളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും വിളിച്ച കാര്യമല്ലല്ലോ. എന്തായാലും എത്ര കാർഡ് ഉണ്ടാവും ആവറേജ് കാർലോ? 91. ഓ ജോസുട്ടിയുടെ എത്ര ഉണ്ട് ജോസുട്ടി? 60. പറയാം. സത്യല്ലേ? എന്നോട് പറഞ്ഞ സത്യല്ലേ? ഓണസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഓണസ്റ്റ് ആണ്. 81. ഇനി ജോസുട്ടി അവിടെ വന്ന് 82 വിളിച്ചാൽ ജോസുട്ടി 60 വിളിക്കാൻ പറ്റില്ല, കുറച്ചല്ലേ വിളിക്കാൻ പറ്റും. മൊത്തം വിളിച്ചിട്ടും കാര്യമില്ല. കാരണം മൊത്തം വിളിച്ച എക്സോഷൻ ആയാലും ഇത് പക്ഷെ വേറെ ചില ആൾക്കാർ വിളിക്കും. ഇല്ല, ഈ ആൾക്കാരെ കൊന്നാലും പോത്തില്ല. പക്ഷെ അത് എങ്ങനെയോ ചത്ത എന്തോ ചെറിയതായിട്ടൊക്കെ ഈ ഗാങ് ഹൗസിൽ കൊന്ന ചെറുതായിട്ടൊക്കെ പോകുന്ന. അതായത് ഇപ്പൊ ഒരു മണിക്കൂറിൽ ഇപ്പൊ 1 മണിക്കൂർ നിൽക്കുവാണെങ്കിൽ 1 മണിക്കൂറിൽ ഇത് ഫില്ലാവുന്നെങ്കിൽ 58 മിനിറ്റിലോ 59 മിനിറ്റ് കത്തിപ്പോയാലോ ആ പോയിന്റ് കിട്ടൂല.
അതാണ് പ്രശ്നം. അങ്ങനെയാണെന്നാണ് അപ്പാപ്പ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. ഇത് ഫിക്സ് ചെയ്ത് മാറ്റിയെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഇപ്പൊ കറന്റ് സസ്പെൻഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലോറ്റിമെന്റ് സെറ്റ് ആവുക. അങ്ങനെ ആവും തോന്നുന്നില്ല. നിങ്ങൾ കയറി കളിക്കുന്ന ടൈമിന് പ്ലേ ടൈമിനനുസരിച്ചാണ് പോയിന്റ് കിട്ടുന്നത്. ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ നിൽക്കുമ്പോ കാർഡ് ഷെയർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ പറഞ്ഞാ മതി. അത് ഷെയർ ആക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു കാർലോ. അത് കാരണം എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് റെഡീം ചെയ്യുകയോ ചെയ്യണം നമ്മള്. നിങ്ങൾക്ക് ഇന്ന് തന്നെ കാർഡ് കൊടുക്കണോ അല്ലെങ്കിൽ ഇന്ന് തന്നെ മേടിച്ചു തരാൻ പറ്റും? ഇന്ന് തന്നെ കൊടുക്കണം. ഇന്ന് തന്നെ. അതായത് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടേ വിളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഇല്ലെങ്കിൽ ഇതാക്കാൻ പറ്റുന്ന തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഇൻവിറ്റേഷൻ കിട്ടിയെന്നൊക്കെ ജോഡിയപ്പ കേക്കോടൊന്ന് വിളിച്ച് ചോദിക്കുവോ ഈ കാർഡ് ഷെയർ ചെയ്യാൻ പറ്റുമോന്ന്? അല്ല അവര് ചെക്ക് ചെയ്യോ? ഗണ്ണ് പ്രശ്നമാണോ? അല്ല ഗണ്ണ് മാറ്റി വെക്കണോന്നാ പറഞ്ഞ. ഞാൻ വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്ത് അവിടെ കണ്ടോ ഓരോരുത്തർ ചെക്ക് ചെയ്യുന്നതാണോ? അതല്ലല്ലോ. അല്ല ചെക്ക് ചെയ്യാറുണ്ട് നോർമലി. കഴിഞ്ഞോട്ടൊക്കെ വന്നപ്പോ എന്റെ അടുത്ത് ഇത് മാറ്റി ഗണ്ണ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗണ്ണെടുത്ത് ഇതൊക്കെ ഇവിടെ കൊടുത്തോണ്ട് പോയ ഗണ്ണ് തന്നില്ല ഒരു പെണ്ണുമ്പുള്ള പീഡിയിലുള്ള. രണ്ട് ഡൗട്ട് രണ്ട് ഉത്തരം. കാർലോ പിന്നെ കാർഡ് ഷെയർ ചെയ്യാൻ പറ്റൂ. നമ്മള് വെളിയില് ഒരു പട്ടാളത്തിന്റെ മത്സരം വെക്കുന്നുണ്ട് കേട്ടാ. തീരുമാനമായോ? നാളെയാണ് അതിന്റെ പരിപാടികളൊക്കെ. എന്തായാലും ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് വരാം. ജോസുട്ടി നമ്മളോട്ട് വരാം കേട്ടാ. ഓക്കെ. കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അല്ലല്ല നാളെ നമ്മള് ബ്രോഷർ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തിനകത്ത് തുടങ്ങാനുള്ള പരിപാടിയാണ്. അതല്ല കറല, ഇത് ഇവര് വെച്ചിട്ട് ഇവർക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. മറ്റേ കോച്ചിനെ ഇറക്കി വെച്ചിട്ട് ഇതാണ് കളി. അയ്യോ അതല്ല സത്യമായിട്ട് അതല്ല. നമ്മള് ഫ്രഷ് ടാലന്റ്സ് അഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് നമുക്ക്. കോച്ച് ഒറ്റയ്ക്ക് ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ കോച്ച് അടിക്കുമല്ലോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. എന്തായാലും പക്ഷെ കുറെ പേരുണ്ട്. അല്ലടാ വേറെ കാര്യം പറയാം. നമ്മുടെ ഇവിടെ കുറെ പേരുണ്ട് ഇത് കളിക്കുന്നത്. ഒത്തിരി പേരുണ്ട് ഇപ്പൊ. അറിയാത്ത ആൾക്കാരുണ്ട് കുറെ പേര്. ഇപ്പൊ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കേറാം കേട്ടോ. എന്തോ ഗ്യാങ്ങില് സ്ലോട്ടുള്ളവർക്ക് മാത്രം ആ കാർഡ് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. വെളിയിൽ നിന്ന് ആൾക്കാരെ അക്കൗണ്ട് കൊടുത്ത് വിളിപ്പിച്ച് എന്ത് ചെയ്യും? അതിന് നമുക്ക് പറഞ്ഞ വിത്ത് വോയിസ് POV മസ്റ്റ് ആണ്. നമ്മള് POV ചോദിക്കും. അതായത് ഒരു കുറച്ച് കില്ലൊക്കെ അടിക്കുന്നതിനെ അപ്പോഴേ ഞാൻ വിളിച്ച് നോക്കൂലേ. അവന്റെ വിസിൽ സൗണ്ടും മറ്റേ ഡെസ്ക്ടോപ്പ് ഓഡിയോ സൗണ്ടും വേണം. ഗെയിം പ്ലേ POVയും വേണം. അതില്ലെങ്കിൽ പ്രൈസ് തൊട്ട് താഴെയുള്ള ടീമിന് കൊടുക്കും. നമുക്ക് കേറണം. പിന്നെ കാർഡ് ഉണ്ടല്ലോ ഷെയർ ആക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പറ്റുമോ? പറ്റുന്ന പറഞ്ഞില്ല. അപ്പൊ വേറെ സ്ലോട്ടിൽ എടുത്തിട്ടാ മതി എന്നാണ് കേക്കെ പറഞ്ഞത്. എടാ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇന്ന് മണി ടർഫ് കൊണ്ടേ നമ്മൾ പോണുള്ളൂ. മനസ്സിലായ? അല്ല ഉറപ്പാണോ നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് കേക്കെ പറഞ്ഞത്. അത് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് ഫിസിക്കൽ കാർഡായിട്ട്. അത് എന്നിട്ട് അല്ല ഇവർക്ക് തിരിച്ചു കൊടുക്കണം കഴിച്ച് കാർഡ്. ഈ കാർഡ് അവർക്ക് 2 ടർഫ് ഇതായി കഴിഞ്ഞാൽ അവർക്ക് കാർഡ് വേണം. മനസ്സിലായോ? ടർഫ് ഇത് തിരിച്ചു കൊടുക്കുക വേണം. നമ്മള് ഗ്രൈൻഡ് ചെയ്ത് ഞാനപ്പോഴേ 81-ന് മുകളിലും എല്ലാം പോവാണെങ്കിൽ ഞാൻ അത് വെച്ച് വിളിച്ചോളാം. ഞങ്ങള് കാർഡ് തിരിച്ചു തരാം കേട്ടോ. അടുത്ത ജോസൂട്ടിക്ക് കൊടുക്കണോ? നമ്മുടെ ടർഫിനെ വിളിക്കുന്ന പറഞ്ഞു. ജോസൂട്ടി കൊടുത്താൽ നിങ്ങളുടെ ടർഫ് പോയി കേട്ടാ. ഒരു സംശയമില്ല. ജോക്കിയുടെ ആളവിടെ നിങ്ങൾ ഇന്ന് രണ്ടുപേരും അല്ല നമ്മള് സംസാരിച്ചാണ്. പിന്നെ അത് കേക്കാണത്. നമസ്കാരം. കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഞാനും കുറച്ച് തിരക്കിലായിരുന്നു. സുഖല്ലേ? ഒരുപാട് നാളായതുപോലെ. കാരണം എന്താണെന്നറിയോ, നമ്മള് ലവേഴ്സിനെ പോലെ ആയിരുന്നല്ലോ. ഡെയിലി മീറ്റ് ചെയ്യും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് അത് വല്ലാതായത് നമ്മള് ഒരു ചെറിയ ഗ്യാപ്പ് വന്നപ്പോഴത്തേനും അത് വലിയ ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യണം എനിക്ക്.
എന്തോ എന്താണ് എന്താണ് ഞാൻ എന്നും അന്വേഷിക്കാറുണ്ടെന്ന്. അതെ എന്നും അന്വേഷിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ കാണണമെന്നും പറഞ്ഞു. ഈ ജോക്കിക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, പണ്ട് നേരത്തെ ജോക്കിക്ക് സുമതിയമ്മയെ പറ്റിയേ പറയാൻ സമയമുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ജോക്കി അങ്ങനെയല്ല, കണ്ടുമുട്ടിയാൽ അപ്പൊ പറയണ ഫസ്റ്റ് പേര് കേക്കെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഞാൻ പറയാറില്ല. വേറെ ആരടുത്തും പറയത്തില്ല, എന്റെ അടുത്ത് പറയത്തുള്ളൂ. ഇല്ല പറയത്തില്ല. ഇപ്പൊ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ മൈക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾ 3 പേരുമാണെന്നാണ് ഈ അഡ്മിൻസ് ഒക്കെ വന്ന് പറയണത്. ഇല്ല എനിക്ക് പങ്കില്ല, എനിക്കല്ല അത് പങ്കില്ല. അത് ജോണിച്ചാനും ജോക്കിച്ചാനും തമ്മിലുള്ള ബന്ധമാണ്. ജോക്കിച്ചാൻ, വാവ്, such a nice name, ജോക്കി. ഇവിടെ കുറെ ഇത് ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട ഒഫീഷ്യൽ മീറ്റിംഗ് ഈ ഒഫീഷ്യൽ മീറ്റിംഗ് ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും അതോ പറഞ്ഞ കൂടാം? ഇവരെല്ലാം പറഞ്ഞു വിടണം. പിന്നെ എനിക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു കേക്കെ. ആദ്യം വരുന്ന സമയത്ത് കേക്കെ ഇവിടെ പോലീസുകാരെ വെച്ച് കേക്ക് ഗണ്ണൊക്കെ പരിശോധിക്കില്ലായിരുന്നോ? പോലീസിനെ വിളിക്കാൻ എന്നെ തൂക്കൂലേ? ഇതിനു മുമ്പ് നമ്മൾ ഓപ്ഷൻ വന്ന സമയത്ത് ഒരു പോലീസുകാരും ഉണ്ടായിരുന്നു ഇവിടെ. അത് ക്ലബിന്റെ ഓപ്ഷൻ, ബിസിനസ് ഓപ്ഷൻ ആണല്ലേ? ശരിയാ, ബിസിനസ് ഇതിനൊക്കെ പോലീസ് വിളിച്ചാൽ പോലീസൊക്കെ ടർഫ് നിങ്ങൾ കൃഷി എന്താ പറയാ. പക്ഷെ എന്നാലും അന്ന് എന്റെ കുറച്ച് ഹെൽത്തും ഇതുമെല്ലാം ആർമർ പോർഷനും മറ്റേ പോർഷനും എല്ലാം എടുത്തോണ്ട് പോയി. തിരിച്ചു ചോദിച്ചപ്പോ മുട്ടൻ ആറ്റിറ്റ്യൂഡ്. ലോട്ടറി എന്തോ കേട്ടില്ല. അവർക്ക് കിട്ടിയത് ലോട്ടറി വെച്ചിട്ടുണ്ടാവും. ഒരു 10 ഹെൽത്ത് പോർഷൻ എടുക്കാനില്ലാത്ത പോലീസുകാരാണോ? അത്രയ്ക്ക് ഗതികെട്ട പീടിയാണ് ഇവിടുത്തെ. അല്ല, അവർക്ക് ബാൻഡേജ് അല്ലേ, അവർക്ക് ടേസ്റ്റ് സുഖണ്ടേ, അവർക്ക് ബാൻഡേജ് അല്ലല്ലോ കിട്ടുന്നത്. രുചി അറിയാൻ വേണ്ടി ആയിരിക്കും അല്ലേ? അതെ പിന്നെ കേക്ക് അവർക്ക് അറിയാൻ കാണുമല്ലോ. സീക്രട്ട് ആണ് കേക്ക്. നമുക്ക് വേറെ ഗാങ്സിന്റെ കാർഡ് നമുക്ക് റെഡീം ചെയ്തത് അവരുടെ മേടിക്കാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളാണ്. അല്ല, അതങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ ഇവിടെ? അതൊക്കെ ചെയ്യാനല്ലോ, അതൊന്നും ചെയ്യുന്ന സംഭവം ഇവിടെ ആണല്ലേ? നിങ്ങൾ ചോദിച്ചിടണല്ലോ, ബാക്കിയുള്ള ചോദിക്കാണ്ട് ചെയ്യാറ്. അപ്പൊ മൊത്തം എത്ര ടർഫുണ്ട്? 4 ഞങ്ങൾ വിളിച്ചാലോ? ഒന്നു ലോറിനെ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ പേഴ്സണൽ ബന്ധം ഇതിലേക്ക് കൈകടത്താൻ പറ്റൂലല്ലേ? പറ്റില്ല. ബിസിനസ് ഈസ് ഡിഫറെന്റ്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡിഫറെന്റ്. അതെനിക്കറിയാം. ഇഷ്ടംപോലെ സ്ഥലമില്ലേ? ഞാൻ രണ്ടര വിളിക്കാൻ പറ്റുള്ളൂ. താഴെ ഇരിക്കടാ കുട്ടാ, മാസാക്കിയത് മാസായെന്നും പറഞ്ഞിട്ട് റേഡിയോ എത്ര? റേഡിയോയില് കണക്ട് ചെയ്യണം. റേഡിയോ എത്ര? ഏതാ നമ്പർ? റേഡിയോ 223. പേര് മാറ്റണേ. 223. 223. ഇതെങ്ങനെ പേര് മാറ്റുന്നു? ജോക്കി റേഡിയോയുടെ മേളിലെ സെറ്റിംഗ്സ് എടുത്ത് പ്രിഫിക്സ് ആണോ? യുവർ നെയിം. എന്റെ പരുന്തോസം തന്നെയല്ലേ കാണിച്ചേക്കുന്നത്? കേവിയുടെ അടുത്തിരിക്കുകയാണ് അവിടെ. ഇനി 6 അടുത്തിരിക്കുന്ന അവരെ എണ്ണിപ്പിച്ച് വിട്ടാ ഈ ടർഫ് കഴിയുമ്പോ അവരുമായിട്ട് വാറെടുക്കേണ്ടി വരും. മനസ്സിലായോ? യൂസർ 20 ജോക്കിയാണോ? ഹലോ, 20 യൂസർ 20 ജോക്കിയാണോ? ഇപ്പൊ കിണ്ടോ അവര്? അയ്യോ, എന്റെ അടുത്ത് പേര് മാറ്റി. ജോക്കി തക്കുടി ബാക്കിൽ പോവാ. ബാക്കിൽ വേറെ T47 നീലിനെ കൊണ്ടുവന്നതിന് അമ്മ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് മണി ട്രഫ് വിളിക്കുമല്ലേ? അതെ. സോ നമ്മള് നിങ്ങൾക്ക് ഗൺസ് കൺസ്യൂമർ തരുന്ന സമയത്ത് ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു. അൺവാണ്ടഡ് ആയിട്ട് ഗൺ ഫ്ലോ കൂടുതലുള്ള നിങ്ങൾ സിറ്റിസൺസിന് ഗൺ കൊടുക്കലുള്ള ഇൻഫർമേഷൻ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കിട്ടിയ ഇൻഫർമേഷൻ അല്ലേ അത്? ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇവിടുത്തെ അമ്മമാരുണ്ട് ഗണ്ണ് വിൽക്കാൻ.
പച്ചമുടിയെ കണ്ടറിയാം ഇവൻ കണ്ണു വെക്കുന്നതാണ് കൊടുക്കുന്ന പല ഫാമിലീസും ഇവനും നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഭയങ്കര ഭാഷ. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂമന്റ് റേറ്റ് കൂട്ടുകയും ഗണ്ണിന്റെ കൗണ്ട് കുറയ്ക്കുകയും ചെയ്യും. ദാറ്റ്സ് അവർ സ്റ്റെപ്പ് ഫ്രം അവർ സൈഡ്. അത് നമ്മുടെ സൈഡിൽ ചെയ്യാൻ പോകുന്ന കേസായിരിക്കും. നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള 35 ഗണ്ണികൾ ഒതുക്കും. ഓക്കെ, ഇത് ഗണ്ണ് കൂടുതലായിട്ടാണല്ലോ ബൾക്കായിട്ട് കൊടുക്കുന്നത്. അതങ്ങ് അല്ലേ? അങ്ങനെ ചെയ്യുന്ന ഗ്യാങ്ങിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ലേ? അതെ, ഇത് ചെയ്യാത്ത ഇന്നസെൻസ് ആയ കുറെ ഗ്യാങ്ങുകളെ അത് അഫക്ട് ചെയ്യൂലേ? അത് ചെയ്യുന്ന ഗ്യാങ്സിനെ നിങ്ങളത് കണ്ടുപിടിക്കണ്ട, നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഞങ്ങള് അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. റെഡി പറ, കേൾക്കുന്നില്ല. റെഡി പറ. വാസു എന്തെങ്കിലുമൊക്കെ പറയടാ. ഇത് ചെയ്യുന്ന ഗ്യാങ്ങിനെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അതേപോലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനും എടുത്താൽ ഇത് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റൂലേ? കേൾക്കണില്ല. റെഡി കേൾക്കുന്നില്ല. ഞാനിപ്പോ പറഞ്ഞൊന്നും കേട്ടില്ലല്ലേ റേഡിയോയിലിപ്പോ? കേട്ടില്ല.